എൻ്റെ ഒരു റൂബിൻ. ഞാൻ ഏകദേശം 10-12 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2 ഇയേഴ്സ്, അപ്രോക്സിമേറ്റ്ലി 2 ഇയേഴ്സ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇത്രയും കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ കാരണം നമുക്ക് ഇവിടെയുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു സെൻ്ററാണ്. പ്രത്യേകിച്ച് നമ്മളെ കോച്ച് റിയാസ് സാറാണെങ്കിലും, റിയാസ് സാർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെ ആയാലും വളരെ പേഴ്സണലി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വെറും വർക്കൗട്ട് മാത്രം എന്നുള്ള രീതിയിലല്ല ഇവിടെയുള്ള കൺസെപ്റ്റ്. ഡയറ്റ്, മോട്ടിവേഷൻ, കൺസൾട്ടൻസി എല്ലാത്തിലും മൂപ്പര് കാര്യമായ സപ്പോർട്ട് നമുക്കെല്ലാവർക്കും തരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം മെയിൻലി വിസിബിളായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്ലീപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ അതുകൂടെ ലൈഫിൽ നല്ല ഡിസിപ്ലിൻഡായി. അതുപോലെ തന്നെ ബൾക്കി ആയിട്ടുള്ളൊരു ടൈപ്പ് ബോഡി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നു തുടങ്ങി. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത്, പിന്നെ കോൺഫിഡൻസ് വളരെയധികം ഇമ്പ്രൂവ്ഡായി. എല്ലാ കാര്യത്തിലും നമ്മൾ വർക്ക് ഓറിയൻറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ നോർമലി ഉള്ള ലൈഫിൽ, പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മളെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയി ജിമ്മിൽ വരാൻ തുടങ്ങിയതിന് ശേഷം. റിയാസ് സാർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഇപ്പോൾ എത്രയാണ് മെമ്പേഴ്സിൻ്റെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് മൂപ്പര് ഒരു ഇതിൽ റഡാറിലുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മൂപ്പര് ഡയറ്റ് പ്ലാന്, അതുപോലെ തന്നെ ബാക്കി നമുക്ക് പലപ്പോഴും മോട്ടിവേഷനൊക്കെ ബാധിക്കുന്ന പല സംഗതികൾ ഉണ്ടായാലും മൂപ്പര് നല്ല രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മളത് നിർത്തണം എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണെങ്കിലും മൂപ്പര് അത് എങ്ങനെയെങ്കിലും നമ്മളെ ജിമ്മിലേക്ക് എത്തിക്കും. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പോൾ 2 ഇയേഴ്സ്, നിയർലി 2 ഇയേഴ്സ് ആയിട്ടും ഇത്രയും ലെങ്തി ട്രാവൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ജിമ്മ് ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിലും കൂടി നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്കൊരു 100% നമുക്ക് ട്രെയിനിങ് സിൻസിയറായിട്ട് കിട്ടുന്ന ട്രെയിനേഴ്സ് ഉള്ളൊരു ജിമ്മ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ റിയോ ഫിറ്റ്നസ്സിലാണെങ്കിൽ നമുക്കത് ഒരു ട്രസ്റ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ജിമ്മ്. നിങ്ങളെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നിങ്ങൾ ആദ്യം എവിടെയാണ് പോയത് എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക.